Good morning to all. Today we are going to discuss about the topic sources of working capital or financing of working capital. വർക്കിംഗ് ക്യാപിറ്റൽ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയുള്ള ക്യാപിറ്റലിന് പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ സാധാരണയായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് ലോങ് ടൈം സോഴ്സസ് ഉണ്ട്, ഷോർട്ട് ടൈം സോഴ്സസ് ഉണ്ട്, ട്രാൻസാക്ഷണറി സോഴ്സസ് ഉണ്ട്. പ്രധാനമായിട്ടും 3 സോഴ്സസിൽ നിന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ലോങ് ടൈം സോഴ്സസ്, സെക്കൻഡ് വൺ ഷോർട്ട് ടൈം സോഴ്സസ്, തേർഡ് വൺ ട്രാൻസാക്ഷണറി സോഴ്സസ്. ലോങ് ടൈം സോഴ്സസ് എന്ന് പറയുമ്പം ദീസ് പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ എ റിലേറ്റീവ്ലി ലോങ് പീരീഡ്. ദ മെയിൻ ലോങ് ടൈം സോഴ്സസ് ആർ ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടൈം ബോറോയിങ്സ്, റീറ്റെയിൻഡ് ഏണിങ്സ് എക്സെട്ര. ലോങ് ടൈം സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള സോഴ്സസിൽ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്നത് ലോങ് പീരീഡിലേക്ക് വേണ്ടിയാണ്. പ്രധാനമായിട്ട് നമ്മൾ ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടൈം ബോറോയിങ്സ്, റീറ്റെയിൻഡ് ഏണിങ്സ്, ഇതിൽ നിന്നൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഷോർട്ട് ടൈം സോഴ്സസ് ആണ്. These usually provide fund for a short period, say up to 1 year or so. സാധാരണയായിട്ട് ഒരു വർഷത്തേക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഷോർട്ട് ടൈം സോഴ്സസ് ഓഫ് ഫണ്ട്സ് എന്ന് പറയാൻ സാധിക്കും. എന്നുവെച്ചാൽ കുറച്ച് പീരീഡിലേക്ക് വേണ്ടി നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നു. ദ മെയിൻ ഷോർട്ട് ടേം സോഴ്സസ് ആർ ബാങ്ക് ക്രെഡിറ്റ്, പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ്, ഫാക്ടറിങ് എക്സെട്ര. നമ്മൾ ഷോർട്ട് ടൈം സോഴ്സസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ബാങ്ക് ക്രെഡിറ്റ്, പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ്, ഫാക്ടറിങ്, ഇവയിൽ നിന്നൊക്കെയായിരിക്കും നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ട്രാൻസാക്ഷണറി സോഴ്സസ്. ദീസ് പ്രൊവൈഡ് ഫണ്ട്സ് ടു എ ബിസിനസ് ത്രൂ ദ നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ്. ദീസ് ആർ ഓട്ടോമാറ്റിക് സോഴ്സസ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട്. ദീസ് ആർ ഓൾസോ കോൾഡ് സ്പോണ്ടേനിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ദീസ് ആർ കോസ്റ്റ് ഫ്രീ. എന്ന് വെച്ചാൽ ട്രാൻസാക്ഷണറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന സോഴ്സസിനാണ് നമ്മൾ ട്രാൻസാക്ഷണറി സോഴ്സസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്പോണ്ടേനിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്നും പറയാറുണ്ട്. ഇത് കോസ്റ്റ് ഫ്രീ ആണ്, കാരണം ബിസിനസ് ഫേമിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ്. അപ്പോൾ അത് നമ്മൾ കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ലോങ് ടൈം സോഴ്സസിലും ഷോർട്ട് ടൈം സോഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും, നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കേണ്ടി വരും. അതിനാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ ദീസ് ആർ കോസ്റ്റ് ഫ്രീ എന്ന് പറയുന്നത്, കോസ്റ്റ് ഫ്രീ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷണറി സോഴ്സസിന് എക്സാമ്പിൾ പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ടാക്സ് ലയബിലിറ്റി, ഡിപ്രീസിയേഷനൊക്കെയാണ് ഈ ട്രാൻസാക്ഷണറി സോഴ്സസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോങ് ടൈം സോഴ്സസ്, ഷോർട്ട് ടൈം സോഴ്സസ്, ട്രാൻസാക്ഷണറി സോഴ്സസ് ജസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഓരോ ഐറ്റത്തിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലോങ് ടൈം ഓർ പെർമനൻറ്റ് സോഴ്സസിൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ് അല്ലേ. നമ്മൾ ലോങ് ടൈം സോഴ്സസ് പറഞ്ഞില്ലായിരുന്നോ, ലോങ് ടൈം ആയിട്ട് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ലോങ് ടൈം സോഴ്സസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ലോങ് ടൈം സോഴ്സസിലേക്ക് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഷെയർസ്, ഡിബഞ്ചേഴ്സൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഷെയർസ്. ഷെയർസ് എന്താണെന്ന് നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഫോർ റേസിംഗ് ദ പെർമനൻറ്റ് ഓർ ലോങ് ടൈം വർക്കിംഗ് ക്യാപിറ്റൽ. A company can issue equity shares and preference shares. Preference shares carry preferential rights with regard to dividend and repayment of capital at the time of winding up. Equity shares do not carry any such preference. These are ordinary shares. അപ്പോൾ ഷെയർസ് അല്ലേ, ഷെയർസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഇക്വിറ്റി ഷെയർസും വരുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർസും വരുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ് അല്ലേ, അങ്ങനെയുള്ള ഷെയർസിനാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞാൽ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസിനാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുന്നു. അതുപോലെ ബിസിനസ് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ
ആ സമയത്തും ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും കൂടുതലായിട്ട് പ്രിഫറൻഷ്യൽ റൈറ്റുള്ള ഷെയർസിന് പറയുന്നതാണ് പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും വോട്ടിംഗ് റൈറ്റ് ഒക്കെ ഉണ്ടാകുന്നത്. പ്രിഫറൻസ് ഷെയർസിനല്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് വോട്ടിംഗ് റൈറ്റ്സും ഒക്കെ ഉള്ളത്. പ്രിഫറൻസ് ഷെയർസിന് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദെൻ രണ്ടാമത് പറയുന്നതാണ് ഡിബഞ്ചേഴ്സ് ലോങ് ടൈം സോഴ്സസിലൊരു ഉൾപ്പെടുന്ന ഒരു സോഴ്സസാണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് റേസിംഗ് ലോങ് ടൈം ഓർ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Debentures is a creditorship security. It is a creditorship security. Thus, it is a part of borrowed capital. Okay, debenture is a part of borrowed capital. A fixed rate of interest is paid on debentures. A fixed rate of interest is paid on debentures. The interest on debenture is charged against profit. It means even if a company incurs loss in any year, interest must be paid on debentures. ഓക്കെ, ഡിബഞ്ചേഴ്സ് അല്ലേ. ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ്. കമ്പനി പുറത്തുനിന്ന് കടമെടുക്കുന്ന പണത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മീൻസ് ഇറ്റ് ഈസ് എ ബോറോവ്ഡ് ക്യാപിറ്റൽ. കമ്പനി ബോറോ ചെയ്യുന്ന ക്യാപിറ്റലാണ് എന്താ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചേഴ്സിന് സാധാരണയായിട്ട് കൊടുക്കുന്നത് എന്താ, ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഡിബഞ്ചേഴ്സ് കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി എന്താ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. എല്ലാ വർഷവും ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് സാധാരണയായിട്ട് പ്രോഫിറ്റിന് കൊടുക്കുന്നത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും എല്ലാ വർഷവും കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ഇവിടെ പറയുന്നത് എന്താണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് ആണ്. എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. കമ്പനിക്ക് ലോസ് ആണെങ്കിൽ, ഏതെങ്കിലും വർഷം കമ്പനിക്ക് ലോസ് സംഭവിച്ചാൽ പോലും കമ്പനി ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. പക്ഷേ ഷെയർസിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്താ പറയുന്നത്, ഡിവിഡൻ്റ് ആണ് അല്ലേ. ഷെയർസിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഡിവിഡൻ്റ് ആണ്. അത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻറ്റ് കൊടുത്താൽ മതി. ലോസ് ഉള്ള സമയത്ത് കമ്പനി സാധാരണയായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കാറില്ല. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കമ്പനിക്ക് ലോസ് ആണെങ്കിലും ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് LIC, IFCI, SFCS, IDBI, etc. provide term loans for meeting working capital requirements of business organization. സാധാരണയായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇവിടെ പറയുന്നുണ്ട് LIC, IFCI, SFCS, അതുപോലെ IDBI എന്നൊക്കെ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ സാധാരണ ബിസിനസ് ഫേമിന് ലോങ് ടൈം ലോൺസ് അല്ലെങ്കിൽ ടേം ലോൺസ് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ലോൺസാണ്. അങ്ങനത്തെ ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഒരു ബിസിനസ് ഫേമിൻ്റെ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. റീറ്റെയിൻഡ് ഏണിങ്സ് ഓർ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ, റീറ്റെയിൻഡ് ഏണിങ്സ് ആണ്. അത് നമ്മൾ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നും പറയാറുണ്ട്. This is an internal source of finance. It represents the undistributed profit accumulated every year and retained for meeting financial requirements. Such retained earnings can be reinvested in the business itself whenever the need for working capital arises. It is a cost-free sources of finance. ഇവിടെ റീറ്റെയിൻഡ് ഏണിങ്സ് പറഞ്ഞാൽ ബിസിനസ് ഫേം സാധാരണയായിട്ട് അല്ലേ പ്രോഫിറ്റ്, ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും, ബിസിനസ് ഫേം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അധികം ഡിവിഡൻറ്റ് കൊടുക്കാതെ കൂടുതൽ ഭാഗവും റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് മാറ്റിവെക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് മാത്രം പ്രോഫിറ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് കൊടുത്തുകൊണ്ട് കൂടുതൽ ഭാഗവും പ്രോഫിറ്റും ബിസിനസ് ഫേമിൽ തന്നെ സൂക്ഷിച്ചു വെക്കും, റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് മാറ്റിവെക്കും. അപ്പോൾ അതിനെ നമ്മൾ റീറ്റെയിൻഡ് ഏണിങ്സ് ഓർ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ റീറ്റെയിൻഡ് ഏണിങ്സ് ബിസിനസ് ഫേമിലുണ്ട് അല്ലേ. അങ്ങനെയുള്ള റീറ്റെയിൻഡ് ഏണിങ്സ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നടത്താൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിന് പെട്ടെന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ടെങ്കിൽ ഈ മാറ്റി വെച്ചിരിക്കുന്ന റീറ്റെയിൻഡ് ഏണിങ്സ് ഉപയോഗിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്.
അതും ഇറ്റ് ഈസ് എ കോസ്റ്റ് ഫ്രീ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇതും കോസ്റ്റ് ഫ്രീ ആണ്, കാരണം പുറത്തുനിന്നുള്ള ഫണ്ടല്ലല്ലോ, ബിസിനസ് ഫേമിൻ്റെ ഉള്ളിലെ ഫണ്ട് തന്നെ ആയതുകൊണ്ട് ബിസിനസ് ഫേമിന് അവിടെ കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ റിട്ടേൺ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എ കോസ്റ്റ് ഫ്രീ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നു. ഇത്രയൊക്കെയാണ് എന്താ ലോങ് ടൈം സോഴ്സസിൽ ഉൾപ്പെടുന്നത്. ലോങ് ടൈം സോഴ്സസിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ റീറ്റെയിൻഡ് ഏണിങ്സ്. രണ്ടാമത്താണ് ടെമ്പററി ഓർ ഷോർട്ട് ടൈം സോഴ്സസ്. ഈ ഷോർട്ട് ടൈം സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം പീരീഡിലേക്ക് വേണ്ടി ബിസിനസ് ഫേം ഫണ്ട് കളക്ട് ചെയ്യുകയാണ്. അതിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഷോർട്ട് ടൈം സോഴ്സസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതിൽ വരുന്ന ഒന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് പറയുന്നതാണ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഷോർട്ട് ടൈം വർക്കിംഗ് ക്യാപിറ്റൽ. ദ മേജർ പോർഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ആർ പ്രൊവൈഡഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ്. The different forms of financing by commercial banks are loans, cash credit, overdraft, purchasing and discounting of bill. ഇവിടെ പറയുന്ന കൊമേഴ്സ്യൽ ബാങ്കാണ് ഷോർട്ട് ടൈം ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഫേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നടത്താൻ വേണ്ടി സാധിക്കും. ഒരു ബിസിനസ് ഫേമിൻ്റെ കൂടുതലായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നടത്തുന്നത് ഈ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രധാനമായിട്ടും ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേം സെയിൽസ് നടത്തുകയാണ്. ക്രെഡിറ്റിന് സെയിൽസ് നടത്തുമ്പോൾ അവിടെ ഡെറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഡെറ്റേഴ്സ് ചില സമയത്ത് പണത്തിന് പകരം ബില്ല് കൊടുക്കാറുണ്ട്. ബില്ലെന്ന് പറയുന്നത് പണത്തിന് പകരം ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഇത്ര പണം തന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് ബില്ല് എഴുതി കൊടുക്കാറുണ്ട്. 2 മാസം അല്ലെങ്കിൽ ആ ഒരു കാലാവധി പറയും, ഒരു പീരീഡ് ഡ്യൂറേഷൻ പറയും. ആ അത്രയും കാലാവധി കഴിയുമ്പോൾ പണം തന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് ബില്ല് എഴുതി കൊടുക്കും. അപ്പോൾ ബിസിനസ് ഫേമിന് പെട്ടെന്ന് പണത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ഫേം എന്ത് ചെയ്യും? ഈ ബില്ല് കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൊമേഴ്സ്യൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവർ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് പണം മേടിക്കുന്നതിനാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ഒരു ബിസിനസ് ഫേമിന് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നടത്താൻ സാധിക്കും. അത് ഫസ്റ്റ് സോഴ്സസ് പറഞ്ഞത് കൊമേഴ്സ്യൽ ബാങ്കാണ്. കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ പബ്ലിക് ഡെപ്പോസിറ്റ്. പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആർ ദ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റഡ് ബൈ എ ബിസിനസ് എൻ്റർപ്രൈസ് ഡയറക്ട്ലി ഫ്രം ദ പബ്ലിക്. ഇവിടെ പറഞ്ഞ പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേം ഡയറക്റ്റായിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് കടം മേടിക്കുകയാണ്. കടമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, പണമൊക്കെ കടത്തിന് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ബിസിനസ് ഫേം ഡയറക്റ്റായിട്ട് പണം കളക്ട് ചെയ്യുന്നതിനാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. ഇവിടെ പറയുന്ന ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആൻഡ് അതർ country bankers also provide working capital loans. They charge a very high rate of interest. ഇവിടെ പറയുന്ന മണി ലെൻഡേഴ്സ്, പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, അതുപോലെ തന്നെ അതർ കൺട്രി ബാങ്കേഴ്സ് അല്ലേ, വേറെ ബാങ്കേഴ്സൊക്കെ, വേറെ കൺട്രിയിലുള്ള ബാങ്കേഴ്സൊക്കെ ഇങ്ങനെയുള്ള ബിസിനസ് ഫേമിന് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സോഴ്സസ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്ക്സ് പ്രൈവറ്റ് മണി ലെൻഡേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മണി ലെൻഡേഴ്സൊക്കെ ആയിരിക്കും കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. സാധാരണ ബാങ്കിൽ നിന്ന് പണം കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഡബിൾ റേറ്റ് ഇൻട്രസ്റ്റ് ഒക്കെ വേണം കൊടുക്കാൻ. ദെൻ നെക്സ്റ്റ് വൺ ഫാക്ടറിംഗ് ആണ്. ഫാക്ടറിംഗ് വെൻ എ ഫേം സെൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഹു എഗ്രീസ് ടു പേ ഫോർ ദ ഗുഡ്സ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. If the firm wants to get immediate cash against its sales, then it can approach the factoring agents. These agents buy the firm's receivables at a discount and then realizes the same after that specified period from the firm's customers. This is called factoring. ഫാക്ടറിംഗ് എന്ന് പറയുന്നത് ഫാക്ടറിംഗ് അല്ലേ, ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാലും ഒരു സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഫാക്ടറിംഗ്. ഫാക്ടറിംഗ് എന്ന് പറയുന്നത് ഒരു ഏജൻസിയാണ്. ഒരു ഏജൻസി എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേമിന് ബില്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബില്ലെന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, ഒരു ബിസിനസ് ഫേം ക്രെഡിറ്റിന് സെയിൽസ് നടത്തുന്ന സമയത്ത് ആ കസ്റ്റമേഴ്സ്, ആ പണം തരേണ്ട വ്യക്തി ഒരു ബില്ല് കൊടുക്കുകയാണെങ്കിൽ
ആ ബില്ലായിരിക്കും ആ ബിസിനസ് ഫേമിന് ഉണ്ടായിരിക്കുന്നത് അല്ലേ. ബിസിനസ് ഫേമിന് പെട്ടെന്ന് പണത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ഫേം എന്ത് ചെയ്യും, ഈ ബില്ല് കൊണ്ട് ഒന്നെങ്കിൽ ബാങ്കിലായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന ഫാക്ടറിംഗ് എന്ന് പറയുന്ന ഏജൻസിയുടെ എടുത്ത് കൊണ്ടുപോകുന്നു. ഫാക്ടറിംഗ് എന്ന് പറയുന്ന ഏജൻറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ ഫാക്ടറിംഗ് ഏജൻറ്റ് എന്ത് ചെയ്യും, ഈ ബില്ല് മേടിച്ചിട്ട് കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് എടുത്തുകൊണ്ട്, എന്ന് വെച്ചാൽ അവർക്ക് കമ്മീഷൻ എടുത്തുകൊണ്ട് ബാക്കിയുള്ള പണം ഇവർക്ക് കൊടുക്കുന്നു. ദെൻ ഈ സ്പെസിഫൈഡ് പീരീഡിന് ശേഷം, ഇപ്പോൾ ഒരു പീരീഡിന് ശേഷമല്ല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പണം കിട്ടുകയുള്ളൂ. ആ സ്പെസിഫൈഡ് പീരീഡിന് ശേഷം ഈ ഫാക്ടറിങ് ഏജൻസ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് പണം മേടിക്കുന്നു. അതാണ് ഇവിടെ പ്രോസസ്സ്. അതിനാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസിയാണ്, ഒരു ഏജൻസി. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബിസിനസ് ഫേമിൻ്റെ ഒരു ബില്ലുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, ബില്ലെന്ന് പറഞ്ഞാൽ അവർ ക്രെഡിറ്റിന് സെയിൽസ് നടത്തിയതിന് ശേഷം അവർക്ക് പണം കിട്ടുന്നതിന് പകരം ബില്ലാണ് കിട്ടുന്നത്. ഇത്ര നാളിന് ശേഷം അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം പണം തന്നുകൊള്ളാമെന്ന് പറഞ്ഞൊരു ബില്ല് കിട്ടുന്നു. അപ്പോൾ ഈ ബിസിനസ് ഫേമിന് പണത്തിന് പെട്ടെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, ഈ ബിസിനസ് ഫേം ഈ ഇങ്ങനെയുള്ള ഫാക്ടറിങ് ഏജൻസിൻ്റെ അടുത്ത് കൊണ്ട് ഈ ബില്ല് കൊടുക്കും. അപ്പം ഈ ഫാക്ടറിങ് ഏജൻറ്റ് എന്ത് ചെയ്യും, ഈ ബില്ലിലുള്ള പണം എത്രയാണോ അതിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ടും കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ഈ ബിസിനസ് ഫേമിന് കൊടുക്കുന്നു. ദെൻ ഈ ഫാക്ടറിങ് ഏജൻസി എന്ത് ചെയ്യും, ആ ബില്ലിലുള്ള പീരീഡ് അല്ലേ, സ്പെസിഫൈഡ് പീരീഡ് എത്രയാണോ ആ പീരീഡിന് ശേഷം ആ ബില്ലും കൊണ്ട് കസ്റ്റമറുടെ അടുത്ത് ഡയറക്റ്റ് ചെല്ലുന്നു. എന്ന് വെച്ചാൽ കമ്പനിയുടെ കസ്റ്റമറുടെ അടുത്ത് ഡയറക്റ്റ് ചെന്ന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പണം മേടിക്കുന്നു. അങ്ങനെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറിങ് അല്ലേ, ഫാക്ടറിങ്ങും ഒരു സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിൻ്റെ ഒരു സോഴ്സസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ട്രാൻസാക്ഷണറി സോഴ്സസ് ആണ്. ട്രാൻസാക്ഷണറി സോഴ്സസ് അതിൽ ഫസ്റ്റ് വൺ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ട്രേഡ് credit arrangement of a concern with its suppliers is an important source of short-term finance. Trade credit consists of creditors for goods and bills payable. ഇവിടെ പറയുന്ന ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നമ്മൾ പണം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ് ഫേം ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലാണ് അവിടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കടത്തിന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം ആ ബിസിനസ് ഫേം ഇങ്ങനെയുള്ളവർക്കല്ലേ ക്രെഡിറ്റേഴ്സിന് പണം കൊടുത്തിട്ടില്ല, സപ്ലൈസിന് പണം കൊടുക്കുന്നില്ല, അവർ ക്രെഡിറ്റിലാണ് സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ ബിസിനസ് ഫേമിൽ നിന്ന് പണം പോയിട്ടില്ല, ആ പണം ബിസിനസ് ഫേമിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ പണവും എന്താ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു സോഴ്സസ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ട്രേഡ് ക്രെഡിറ്റേഴ്സ് ശ്രദ്ധിക്കുക, ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് ഫേം സാധനങ്ങൾ മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിനാണെങ്കിൽ അവിടെ സപ്ലയേഴ്സിന് പണം കൊടുക്കുന്നില്ല. അപ്പോൾ ആ പണം കൊടുക്കാനുള്ള പണം ബിസിനസ് ഫേമിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ആ പണം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഡിപ്രീസിയേഷൻ. എമൗണ്ട് ഈക്വൽ ടു ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ഇൻ എ ഇയർ ഈസ് നോട്ട് ഗോയിങ് ഔട്ട് ഓഫ് ദ ബിസിനസ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഡിപ്രീസിയേഷൻ ഈസ് എ നോൺ ക്യാഷ് ഐറ്റം. Thus depreciation is a sources of working capital. ഡിപ്രീസിയേഷൻ അല്ലേ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വർഷവും നമ്മൾ ചാർജ് ചെയ്യുന്ന അല്ലേ, അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന, എല്ലാ വർഷവും അസറ്റിൻ്റെ വാല്യൂ കുറയുമെന്ന് നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പോർഷൻ മാറ്റി വെക്കുന്നതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസസ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമ്മുടെ ആ ക്യാഷ് പുറത്തോട്ട് പോകുന്നില്ല. എല്ലാ വർഷവും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, പക്ഷേ ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല, അത് ബിസിനസ് ഫേമിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ടും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ ടാക്സ് ലയബിലിറ്റി ഓർ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ. Deferred payment of taxes is also a source of working capital. Taxes are not paid from day to day, but estimated liability for tax is provided in balance sheet. Besides, business enterprises collect taxes by way of income taxes payable on salaries of staff deducted at source, old age retirement benefits, sales taxes, etc., and retain them for some period in business to be used as working capital. നെക്സ്റ്റ് സോഴ്സസ് പറയുന്ന ടാക്സ് ലയബിലിറ്റിയാണ്, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനാണ്. നമുക്കറിയാം, എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ് ഫേമിൻ്റെ എത്രത്തോളമാണ് ടാക്സ് എന്ന് പറഞ്ഞ് എസ്റ്റിമേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്.
പക്ഷേ ഈ ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴാണ്? പിന്നീടായിരിക്കും അല്ലേ? പിന്നീടായിരിക്കും പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അത്രയും നാളത്തേക്കും ഈ ടാക്സിൻ്റെ ആ എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് ബിസിനസ് ഫേമിലുണ്ട്. അത് നമുക്ക് എന്താ വർക്കിംഗ് ക്യാപിറ്റൽ സോഴ്സസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ് ഫേം സാധാരണയായിട്ട് ടാക്സസ് കളക്ട് ചെയ്യാറുണ്ട്. ടാക്സസ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിനൊക്കെ സാലറി കൊടുക്കുമ്പം അവർക്ക് അവരുടെ അടുത്ത് നിന്ന് ഇൻകം ടാക്സ് സാലറി അല്ലെ ഇൻകം ടാക്സസ് അവരുടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആ ഇൻകം ടാക്സും കൂടെ കുറച്ചതിന് ശേഷമുള്ള സാലറീസ് ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് റിട്ടയർമെൻറ്റ്സ് ബെനിഫിറ്റ്സ്, അതുപോലെ സെയിൽസ് ടാക്സ് ഒക്കെ കൊടുക്കുന്ന സെയിൽസ് ടാക്സിൽ നിന്നൊക്കെ എന്താ ഇവർക്ക് ടാക്സ് കിട്ടുന്നുണ്ട്. ബിസിനസ് ഫേമിന് ടാക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് ഇവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവർ പേ ചെയ്യണം, ഈ ബിസിനസ് ഫേം പേ ചെയ്യണം. പക്ഷേ പേ ചെയ്യുന്നത് കുറച്ച് കാലത്തിന് ശേഷമായിരിക്കും പേ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാലത്തേക്ക് ബിസിനസ് ഫേമിൽ ഈ പണം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പണം ഈ ബിസിനസ് ഫേമിന് യൂട്ടിലൈസ് ചെയ്യത്തില്ലേ? അപ്പോൾ അതും ബിസിനസ് ഫേം എന്താ വർക്കിംഗ് ക്യാപിറ്റൽ സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ടാക്സ് ലയബിലിറ്റി എന്ന് വെച്ചാൽ ടാക്സ് നമ്മൾ എല്ലാ വർഷവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ വർഷവും നമുക്ക് സെയിൽസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സാലറീസൊക്കെ എല്ലാ വർഷവും സാലറീസൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ ടാക്സ് നമുക്ക് കിട്ടുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴാണ്? കുറച്ച് കാലത്തേക്ക് ശേഷമായിരിക്കും. എന്ന് വെച്ചാൽ 2-3 മാസത്തിന് ശേഷമായിരിക്കും പേയ്മെൻറ്റ് നടത്തുന്നത്. ആ സമയത്ത് എന്തായിരിക്കും? ആ സമയം വരെ നമുക്ക് ഈ എമൗണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതും ഒരു സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. മെയിനായിട്ട് 3 സോഴ്സസ് ആണ്. ഒന്ന് പെർമനൻറ്റ് സോഴ്സസ്, രണ്ടാമത്തെ എന്താ ഷോർട്ട് ടൈം ഫിനാൻസ് അല്ലേ, ഒന്ന് ലോങ് ടൈം ഫിനാൻസ്, 2 ഷോർട്ട് ടൈം ഫിനാൻസ്, മൂന്നാമത്തത് എന്തായിരുന്നു ട്രാൻസാക്ഷണറി സോഴ്സസ്. അങ്ങനെ 3 സോഴ്സസ് ആണ് ഉള്ളത്. ഇത്രയാണ് നമുക്ക് ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിക്കാനുള്ളത്. ഓക്കെ.